പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശബ്ദമൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. ഇന്നലെ നല്ലൊരു ശുശ്രൂഷയായിരുന്നു. ഇന്നലെ തുടങ്ങി, ഇന്ന് നാളെ ഹോളി ഫാമിലി ചർച്ച് മാങ്കുഴി, കാലടി അടുത്തുള്ളൊരു പാരിഷാണ്, എറണാകുളം രൂപതയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ടുള്ള നല്ലൊരു ജനം ഉണ്ടോ, ശരിക്കും നല്ല കൃപയുള്ള ഒരു ജനമാണ്. ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ജനമാണ്. നമുക്കറിയാലോ, എറണാകുളം രൂപതയുടെ ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ അറിയാലോ. ഒരു ശരിക്കും ആഗ്രഹിക്കുന്ന ദൈവമേ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ രൂപതയെ അതിജീവിക്കണേ, അതിനൊരു കൃപ തരണമേ എന്ന് പറഞ്ഞ് ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ സമൂഹത്തെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ശരിക്കും അവരുടെ കൂട്ടായ്മയിൽ എറണാകുളം രൂപതയ്ക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് അത് യെശയ്യാ പ്രവചനത്തിൽ 22:22 വചനം പറയാണ്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് ശരിക്കും ഒരു മെസ്സയാനിക് പ്രോഫസിയുടെ ഒരു ഭാഗമൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലേ. അതായത് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ, അതായത് യേശു ഒരു വഴി തുറന്നാൽ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് അത് അടയ്ക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, അച്ഛാ ഞങ്ങളുടെ കല്യാണം, മകളുടെ കല്യാണം അവർ തടയുന്നു, ഇവർ തടയുന്നു, അപ്പുറത്തവർ തടയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കി നമ്മൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് വെറുപ്പ് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം അവിടെ ഇരിക്കും. കാരണം രണ്ട് പേരെയും ഭരിക്കുന്നത് ഈവിൾ സ്പിരിറ്റാണ്. ഈവിൾ സ്പിരിറ്റ് നമുക്കെതിരെ ആക്രമണം ഘടിപ്പിക്കുമ്പോൾ നമ്മൾ അതേ നാണയത്തിലല്ല, നമ്മൾ ഹോളി സ്പിരിറ്റിനെ വെച്ചാണ് നമ്മൾ അതിന് ചെക്ക് വയ്ക്കേണ്ടത്. ഹോളി സ്പിരിറ്റാണ്. നമ്മൾ ഈ ചെസ് കളിക്കുമ്പോൾ രാജാവ് അല്ലെ, കുതിര, തേര്, ഇതിൻ്റെയൊക്കെ അറിയാലോ അല്ലേ. അപ്പോൾ മന്ത്രി, അവർക്കൊക്കെ ഒരു പ്രത്യേക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും മനുഷ്യന്മാരുടെ വെട്ട് അങ്ങനെയല്ല, കുതിര ചാടി വെട്ടും, തേര് കുറച്ചും കൂടി, മന്ത്രി കുറച്ചും കൂടി, രാജാവ് ഭയങ്കരൻ. അപ്പോൾ നമ്മൾ ശരിക്കും പ്രിയ സഹോദരങ്ങളെ ശരിക്കും ചെക്ക് വയ്ക്കണം. ഈവിൾ സ്പിരിറ്റ് നമുക്കെതിരെ വരുമ്പോൾ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തകരും. എന്നാൽ ഈവിൾ സ്പിരിറ്റ് വരുമ്പോൾ അപ്പം തന്നെ ദൈവകൃപയാൽ ഹോളി സ്പിരിറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ആക്രമിക്കണം. അത് പ്രത്യേകമായിട്ട് അതാണ് പറയുന്നത്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു, അവൻ തുറന്നാൽ ഒരാൾക്ക് അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റില്ല. ദൈവമേ, ഈ ഒരു വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവേ, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം, ഈവിൾ സ്പിരിറ്റ് ഞങ്ങൾക്കെതിരെ ആക്രമണം ഘടിപ്പിക്കുമ്പോൾ അത് വ്യക്തികളിലൂടെയാകാം, അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളിലൂടെയാകാം, ആശയങ്ങളിലൂടെയാകാം, ഹോളി സ്പിരിറ്റിനെ വെച്ച് അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപ യേശുവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും.